വിഴിഞ്ഞം ഓഹരി കൈമാറ്റ നീക്കത്തിൽ നിന്ന് പിന്മാറാതെ വി.ഡി. സതീശൻ സർക്കാർ. മുൻ സർക്കാർ കോവിഡ് കാലത്ത് നൽകിയ ഇളവിൽ വിചിത്ര ആരോപണം ഉന്നയിച്ച് മുഖ്യമന്ത്രി. അതിവേഗ റെയിൽവേക്കായി തുടർ പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തെ പരോക്ഷമായി ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ചോദ്യങ്ങളിൽ അദ്ദേഹം അസ്വസ്ഥനായി. LDF സർക്കാരിന്റെ ദീർഘവീക്ഷണം എന്നിട്ട് പ്ലീസ് ഞാൻ ആൻസർ ചെയ്യുമ്പോൾ അങ്ങ് ഇടപെടാൻ പാടില്ല. പ്ലീസ് 3 ചോദ്യം ഒരേ ചോദ്യം ചോദിച്ചിട്ട് വീണ്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല. പ്ലീസ് ഒരു മര്യാദ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകനാണെങ്കിലും കാണിക്കണം. സംസാരിക്കുന്നതിനിടയിൽ ഇടപെടാൻ പാടില്ല. മുൻ സർക്കാർ കോവിഡ് കാലത്ത് നൽകിയ ഇളവിലും മുഖ്യമന്ത്രി വിചിത്ര ആരോപണം ഉന്നയിച്ചു. എന്ത് പ്രളയം കോവിഡ് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ല പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ലല്ല ഞാൻ പറയട്ടെ. അല്ലല്ല ഇവര് ചോദിച്ചതിന് ഞാൻ മറുപടി പറയട്ടെ. പ്രളയവും കോവിഡും എത്ര നാളുണ്ടായിരുന്നു? 1 മാസം പ്രളയം, വേണമെങ്കിൽ ഒരു 4 മാസം കോവിഡ്, ആയിക്കോട്ടെ 5 മാസമല്ലേ. 5 കൊല്ലത്തേക്കുള്ള ഇളവാണ് കൊടുത്തത്, 5 വർഷത്തേക്ക്. അതിവേഗ റെയിൽവേക്കായി തുടർ പഠനം നടത്തുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു അപൂർണമായ റിപ്പോർട്ടാണെന്നാണ് ഇടക്കാല സമിതിയുടെ ഇത്. സർക്കാർ ഇതിനെ സംബന്ധിച്ച് ഒന്നുകൂടി ആലോചിച്ച് ഇതിന്റെ ബദൽ മാർഗങ്ങളും മറ്റു കാര്യങ്ങളും ആലോചിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.